മറ്റൊന്ന് ഉളഹിയത്തിൽ ഷെയർ കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിലെന്തൊക്കെയാണ് ഷെയർ കൂടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? ഏതെല്ലാം ഉരുവിൽ എത്ര എണ്ണം വരെ ഷെയർ കൂടാം? അതിൽ പങ്കാളികളുടെ എണ്ണത്തിന് ഏതെങ്കിലും തരം എണ്ണങ്ങൾക്ക് പ്രത്യേകതയോ പവിത്രതയോ ഉണ്ടോ? ഉദാഹരണത്തിന് ഒറ്റയാക്കാനുള്ള നിർദ്ദേശങ്ങളോ മറ്റോ മറ്റാരാധനാ കർമ്മങ്ങളെ പോലെ ഇവിടെയുണ്ടോ? അതുപോലെ ഒരു ഷെയറിൽ ഇപ്പോൾ പരമാവധി ഷെയർ കൂടുന്ന സാഹചര്യങ്ങളിൽ പോലും ഒരു ഷെയറിൽ ഒന്നിലധികം ആളുകൾക്ക് ഭാഗമാകാൻ പാടുണ്ടോ? പരമാവധി ഷെയർ കൂടുന്ന സമയത്ത് പ്രത്യേകിച്ചും. ഈ ഷെയറുമായി ബന്ധപ്പെട്ട് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിലെ ഒരു ഗൃഹനാഥൻ അദ്ദേഹം ഉളിയത്ത് കർമ്മത്തിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിക്കുന്ന പറയുന്ന ഒരു കാര്യം, ഒരു ആടിനെ തന്നെ പൂർണ്ണമായിട്ട് ബലിയറുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. ഒരു കുടുംബത്തിലെ ഒരു ഗൃഹനാഥൻ തൻ്റെ കുടുംബത്തെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ആടിനെ ബലിയറുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. എന്നാൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഒരു ആടിനെ ബലിയറുക്കാൻ സാധ്യമല്ല എങ്കിൽ മാടിലേക്ക് വരുന്ന സമയത്ത് 1 മുതൽ 7 വരെയുള്ള ഷെയർ, 7 വരെയുള്ള ഷെയറിലെ ഏതെങ്കിലും ഒരു ഷെയറിൻ്റെ ഭാഗമാകാൻ അദ്ദേഹത്തിന് പറ്റും. ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഷെയർ ഇല്ല. എന്നാൽ മാടിലേക്ക് വരുന്ന സമയത്ത് 7 വരെയുള്ള ഷെയറിലേക്ക് ഒരാൾക്ക് വരാവുന്നതാണ്. 8ാമത്തെ ഷെയർ എന്ന് പറയുന്നതൊന്നില്ല. മറിച്ച് 7 വരെയുള്ള ഒരു ഷെയറിൻ്റെ 1ഓ 2ഓ 3ഓ ആ മനുഷ്യൻ്റെ വ്യക്തിയുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അദ്ദേഹത്തിന് സാധ്യമാകുന്ന ഷെയർ എത്രയാണോ ആ ഷെയറാണ് അദ്ദേഹം കൂടാവുന്നത്. ഇനി തൻ്റെ കുടുംബത്തെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ആരാണോ ഷെയർ കൊടുക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമാണ് ഉളുഹിയത്തിൻ്റെ എല്ലാ നിയമങ്ങളും ബാധകമാവുക. അദ്ദേഹത്തിന് മാത്രമാണ് ഉളുഹിയത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നഖമോ മുടിയോ തൊലിയോ ഒന്നും നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉളുഹിയത്തിന് അദ്ദേഹം കൊടുത്ത ഷെയറിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ അദബുകളൊക്കെ പാലിക്കേണ്ടതാണ്. ഇനി ഒരു പിതാവ്, ആ പിതാവിന് ഒരു ഷെയർ പൂർണ്ണമായിട്ട് കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ മകനോട് ആവശ്യപ്പെടാണ്. ആ മകൻ പിതാവിനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ മകന് പൂർണ്ണമായിട്ട് ഒരു ഷെയർ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല, പിതാവ് മകനെ സഹായിക്കുകയാണ് എങ്കിൽ ഇതിൽ ആർക്കാണ് ഉളുഹിയത്തിൻ്റെ പ്രതിഫലം ലഭിക്കുക? ആർക്കാണ് അത് നിയമം ബാധകമാവുക? ആരാണോ ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്കാണ് അതിൻ്റെ ബാധ്യത വരുന്നത്. ആ വ്യക്തിക്കാണ് അതിൻ്റെ നിയമങ്ങൾ ബാധകമാകുന്നത്. മകന് പിതാവിന് വേണ്ടി ഒരു ഷെയറിലേക്ക് ആവശ്യമായ പണം കൊടുത്തുവെങ്കിൽ മകന് ആ പിതാവിന് കൊടുത്തതിൻ്റെ, പിതാവിനെ സഹായിച്ചതിൻ്റെ സ്വതക്കയുടെ, ആ പിതാവിന് നൽകിയതിൻ്റെ പ്രതിഫലമാണ് മകന് ലഭിക്കുക. എന്നാൽ പിതാവാണ് ആ ഷെയർ കൊടുത്തതെങ്കിൽ പിതാവിനാണ് ആ ഷെയറിൻ്റെ നിയമം ബാധകമാകുന്നതും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഷെയർ 2 പേര് തമ്മിലോ 3 പേര് തമ്മിലോ കൂടി ഒരു ഷെയർ ആവുക എന്ന് പറയുന്നത് ഇസ്ലാമികമല്ല. ഒരു ഉരുവിനെ അതിൻ്റെ വിലയെ കണക്കാക്കി 7 വരെയുള്ള ഷെയറാണ് കൊടുക്കുക. ആ 7 വരെയുള്ള ഷെയറിൽ ഓരോരുത്തർക്കും സാധ്യമാകുന്ന 2ഓ 3ഓ ഒക്കെ അതിൻ്റെ ഭാഗമാകാവുന്നതാണ്. ഇനി ഒറ്റയായ എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാമിൽ ഇല്ല. ഒരാൾക്ക് സാധ്യമാകുന്ന 2 ആണെങ്കിൽ 2ൻ്റെ ഷെയർ കൊടുക്കുക, 4 ആണെങ്കിൽ 4 കൊടുക്കുക. അല്ലാതെ 1, 3, 5, 7 എന്നെത്തുന്ന രൂപത്തിലേക്ക് അതിന് പ്രത്യേക പ്രതിഫലമോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥാനമോ ഒന്നും കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ സംശയം വരുന്നൊരു കാര്യം, ഇസ്ലാമിലെ പല കാര്യങ്ങൾക്കും ഒറ്റയായതിന് പ്രാധാന്യം കൊടുക്കുക നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഷെയർ കൂടുന്നിടത്ത് ഈ 2 പേര് ഷെയർ കൂടുക എന്നതിനപ്പുറം അത് 3 ആയാൽ അല്ലെങ്കിൽ 5 ആയാൽ 7 പേര് വരെ ആയിക്കഴിഞ്ഞാൽ പ്രത്യേക സ്ഥാനമോ അല്ലെങ്കിൽ പ്രത്യേക അതിന് മഹത്വമോ ഉണ്ട് എന്നൊക്കെ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ആളുകൾ സംശയം ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും സാധ്യമാകുന്ന രൂപത്തിൽ 2 പേർക്കാണെങ്കിൽ 2 പേര്, 4 പേർക്കാണെങ്കിൽ 4 പേര്, അവർക്ക് സാധ്യമാകുന്ന രൂപത്തിൽ എത്രയാണോ അതിൻ്റെ ഷെയറിലേക്ക് വരാവുന്നതാണ്. അവിടെ ഒന്നും ഒറ്റയാക്കുന്നതിൻ്റെ ഒരു സ്ഥാനമോ അല്ലെങ്കിൽ അതിന് പ്രത്യേക പ്രതിഫലമോ ഒന്നും ഇസ്ലാം പറയുന്നില്ല. ഒരു വ്യക്തിക്ക് എത്രയാണോ കൊടുക്കാൻ പറ്റുക അതാണ് കൊടുക്കേണ്ടത്. അള്ളാഹു ആ കൊടുക്കാൻ ആ മനുഷ്യൻ സന്നദ്ധനാകുന്നതിൻ്റെ അള്ളാഹു പരിഗണിക്കുന്നത്, അല്ലാതെ അള്ളാഹു അതിൻ്റെ മറ്റു വശങ്ങളെ പറ്റി അള്ളാഹു നോക്കുന്നില്ല എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്.